എൻ്റെ വിജയരഹസ്യം വളരെ ലളിതമാണ്. എൻ്റെ പ്രാർത്ഥന അവസ്ഥകളെ മാറ്റുമെന്ന് പണ്ട് ഞാൻ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇന്നെനിക്കറിയാവുന്നത് പ്രാർത്ഥന മാറ്റുന്നത് നമ്മളെയാണെന്നാണ്. നമ്മളാണ് അവസ്ഥകളെ മാറ്റുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായി പ്രാർത്ഥിക്കണമെന്നുണ്ടോ? എങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കും. ശുദ്ധ ഹൃദയം മറ്റുള്ളവരിൽ ദൈവത്തെ കാണാൻ നമ്മെ സഹായിക്കും. പ്രാർത്ഥിച്ചാൽ നമ്മൾക്ക് വിശ്വാസമുണ്ടാകും. വിശ്വാസമുണ്ടായാൽ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങും. സ്നേഹമുണ്ടായാൽ നമ്മൾ സേവന സന്നദ്ധരാകും. ഹൃദയത്തിൻ്റെ ശാന്തതയിൽ ദൈവം സംസാരിക്കും. നാം ദൈവത്തെ ശ്രവിക്കുവാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന ആരംഭിക്കുന്നത്. പ്രാർത്ഥന എന്നാൽ വെറും യാചനയല്ല. ദൈവത്തിൻ്റെ കരങ്ങളിൽ അവിടുത്തെ ഉപയോഗത്തിനായി നമ്മളെ തന്നെ സമർപ്പിക്കുന്നതും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ അവിടുത്തെ ശബ്ദം ശ്രവിക്കുന്നതുമാണത്. ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ കവാടങ്ങൾ തുറക്കുന്ന പ്രാർത്ഥന നിങ്ങളുടെ മക്കളെ പരിശീലിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിന്ന് തന്നെ ആരംഭിക്കണം. ഒരുപക്ഷെ ഈ ഒരു പ്രാർത്ഥനാ സോഫ്റ്റ്വെയർ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ രസകരമായ രീതിയിൽ പ്രാർത്ഥനകളും ജപങ്ങളും പഠിക്കുവാൻ സഹായിച്ചേക്കും. ഈ സോഫ്റ്റ്വെയറിൻ്റെ ഡെമോ കാണുവാനും ഇത് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യുവാനും ഇതോടൊപ്പം ചേർത്തിരിക്കുന്ന യൂട്യൂബ് വീഡിയോ കാണുക.